അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985240650. എക്സ് സർവീസസ് ലീഗിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോത്ത് റിപ്പബ്ലിക് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി റിപ്പബ്ലിക് ദിന റാലി, പൊതുസമ്മേളനം എന്നിവ നടന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പെരിങ്ങോം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് ദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ച റിപ്പബ്ലിക് ദിന റാലിയോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. നമ്മുടെ മാതൃരാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പെരിങ്ങോം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന റിപ്പബ്ലിക് ദിന പരേഡാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. ചടുലവും ധീരവുമായ സൈനിക ചുവടുകളോടെ ബാൻഡ്മേളത്തിന്റെ അകമ്പടിയിൽ ഭാരതത്തിന്റെ അഭിമാനമായ ത്രിവർണ്ണ പതാകയെ മുന്നേറുന്ന ധീര സൈനികന് പിന്നാലെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളും രാഷ്ട്രത്തിനു വേണ്ടി യൗവനവും ജീവിതവും സമർപ്പിച്ചുകൊണ്ട് ദേശ സേവനത്തിന് ശേഷം വിരമിച്ച ധീരയോദ്ധാക്കളും അവർക്ക് താനും തങ്ങളുമായി നേടുന്ന അഭിമാനങ്ങളും അഭിമാനബോധത്തോടെ ദേശീയോദ്ഗ്രഥനത്തിനും സാമൂഹിക ഐക്യത്തിനും വേദിയിലുള്ള നാഷണൽ വിമുക്ത ഭടന്മാർ, കുടുംബാംഗങ്ങൾ, പെരിങ്ങോം സ്കൂൾ SPC യൂണിറ്റ് അംഗങ്ങൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർ റാലിയിൽ അണിനിരന്നു. തുടർന്ന് പെരിങ്ങോം ടൗണിൽ നടന്ന പൊതുസമ്മേളനം പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് സ്വന്തമായി ഒരു ഭരണഘടന 1926 നമ്മുടെ ഇന്നുള്ള ഭരണഘടന അംഗീകരിക്കപ്പെട്ട് നിലവിൽ വന്നു. 47 ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. പക്ഷേ ഭരണഘടനയുടെ ബ്രിട്ടീഷ് ഭരണഘടനയുടെ നിയമങ്ങൾക്കുള്ളിലാണ് 56 ജനുവരി 26 വരെ നമ്മൾ അംഗീകരിക്കപ്പെട്ട നിയമം ഉണ്ടായിരുന്നു. 3 വർഷം മുമ്പ് സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭ ഏകദേശം ഇന്ത്യയിലെ വിദഗ്ധരായ മറ്റ് വിവിധ മേഖലകളിൽ പ്രശസ്തരായ പ്രഗത്ഭന്മാരെ ഉൾപ്പെടുത്തി 290-300 ആളുകൾ ഉൾപ്പെടുത്തിയ ഒരു സഭ രൂപീകരിക്കുകയും അതിൻ്റെ നേതാവായി ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏകദേശം 290-300 വിദഗ്ധന്മാരടങ്ങുന്ന ഒരു സമിതിയാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകുന്നത്. ആ ഭരണഘടന എല്ലാം കൊണ്ടും പൂർണ്ണമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. നമുക്കുള്ള അനുഭവം നമുക്കറിയാം. പഞ്ചായത്ത് രാജ് നിയമം 73-ാം ഭരണഘടനാ ഭേദഗതിയാണ്. മൂല നിയമത്തിൽ പഞ്ചായത്തിനെ കുറിച്ച് മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള പഴയ കൂട്ടിച്ചേർക്കലുകൾ, കാലാനുസൃതമായ മാറ്റങ്ങൾ 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടിയാണ് നമുക്ക് പഞ്ചായത്തിന്റെ ഇന്നുള്ള ഈ വിപുലമായ അധികാരങ്ങളും ഫണ്ടും കാര്യങ്ങളും ലഭ്യമാക്കുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടനാ ഭേദഗതി ഉണ്ടായിരുന്നത്. അപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകൾ നമ്മുടെ ജനാധിപത്യാവകാശങ്ങൾ, മറ്റു വികസന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൂട്ടിച്ചേർക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭരണഘടനാ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കാലവും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ഭരണഘടന സസ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ജനാധിപത്യ ഭരണഘടനയാണ് നമുക്ക് ഇങ്ങനെ കൂടിച്ചേരാനും സംസാരിക്കാനും ഒന്നിച്ചുകൂടാനുള്ള അവകാശം, ജനാധിപത്യ അവകാശം വിഭാവനം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലാണുള്ളത് കൊണ്ടാണ്. ഈ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ഭരണഘടന സസ്പെൻഡ് ചെയ്തു, ജനാധിപത്യ അവകാശങ്ങൾ നിരസിക്കപ്പെട്ടു. ഇത്തരം കൂടിച്ചേരലുകളോ മറ്റ് കൂട്ടായ്മകളോ അനുവദനീയമായിരുന്നില്ല. അങ്ങനൊരു കാലവും
ഭരണഘടനാ സസ്പെൻഷന്റെ കാലത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇന്ന് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നില്ല. എക്സ് സർവീസസ് ലീഗ് ഭാരവാഹികളായ ജോസഫ് വർഗീസ്, സ്കറിയാമലയിൽ CK പത്മനാഭൻ, വനിതാ വിംഗ് സെക്രട്ടറി നിഷ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പെരിങ്ങോം.